പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, തെക്കൻ തിരുവിതാംകൂറിലെ കാറ്റാടി മല ഇന്നൊരു തീർത്ഥാടന കേന്ദ്രമാണ്. 1712 പത്മനാഭപുരത്ത് ജനിച്ച നീലകണ്ഠൻ നായർ തറവാട്ടിലാണ്. പിന്നീട് ദേവസഹായം പിള്ളയായി മാറി. ഡിലനായി എന്ന ക്രൈസ്തവ വിശ്വാസിയിൽ നിന്നാണ് വിശ്വാസം സ്വന്തമാക്കിയത്. കൊട്ടാരത്തിലെ കാര്യക്കാരൻ എന്ന പദവി നഷ്ടപ്പെട്ടു. എരുമയുടെ പുറത്തെ ഇരു കൈകളും വിലങ്ങുവെച്ച് എല്ലാ ഇടത്തും അദ്ദേഹം സഞ്ചരിച്ചു. പല പ്രാവശ്യം നിലത്തുരുണ്ടു വീണു. മാത്രമല്ല, നവദ്വാരങ്ങളിൽ മുളക് പൊടി തേച്ചു. പാറപ്പുറത്ത് ഇരുത്തി വെയിലത്ത് ദിവസവും 30 അടിക്ക് ശേഷം ആ മുറിവുകളിലെല്ലാം മുളക് പൊടി വിതറിയിരുന്നു. ഒരിക്കൽ ദാഹിച്ചപ്പോൾ അല്പം വെള്ളം ചോദിച്ചു, മലിനജലം കൊടുത്തു. എന്നാൽ വീണ്ടും ചോദിച്ചപ്പോഴോ ഒന്നും കൊടുത്തില്ല. അദ്ദേഹം കൈമുട്ടുകൾ കൊണ്ട് ആ പാറയിൽ ഇടിച്ചു. ധാരാളം ശുദ്ധജലം പ്രവഹിച്ചു. സ്നേഹമുള്ളവരെ, അനേകം അത്ഭുതങ്ങൾ അദ്ദേഹത്തിലൂടെ സംഭവിക്കുന്നു. ഇത് കണ്ട് ക്രുദ്ധനായ രാജാവ് വധശിക്ഷയ്ക്ക് വിധിച്ചു. കാറ്റാടിമലയിൽ 3 ഭടന്മാർ രഹസ്യമായി സന്ധ്യാസമയത്ത് അദ്ദേഹത്തെ എത്തിച്ചു. 5 വെടിയുണ്ടകൾ അദ്ദേഹം അമ്മേ, മാതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഈശോയുടെ നാമം ഉച്ചരിച്ച് മരണമടഞ്ഞു. ഇന്ന് ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ സഹനങ്ങൾ യേശുവിനു വേണ്ടി ഏറ്റെടുക്കുമ്പോൾ നാം വിശുദ്ധരായി മാറുന്നു. നമുക്ക് ആ കൃപ ലഭിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ശക്തി ആർജിക്കാം. ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. നന്ദി. പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, തെക്കൻ തിരുവിതാംകൂറിലെ കാറ്റാടി മല ഇന്നൊരു തീർത്ഥാടന കേന്ദ്രമാണ്. 1712 പത്മനാഭപുരത്ത് ജനിച്ച നീലകണ്ഠൻ നായർ തറവാട്ടിലാണ്. പിന്നീട് ദേവസഹായം പിള്ളയായി മാറി. ഡിലനായി എന്ന ക്രൈസ്തവ വിശ്വാസിയിൽ നിന്നാണ് വിശ്വാസം സ്വന്തമാക്കിയത്. കൊട്ടാരത്തിലെ കാര്യക്കാരൻ എന്ന പദവി നഷ്ടപ്പെട്ടു. എരുമയുടെ പുറത്തെ ഇരു കൈകളും വിലങ്ങുവെച്ച് എല്ലാ ഇടത്തും അദ്ദേഹം സഞ്ചരിച്ചു. പല പ്രാവശ്യം നിലത്തുരുണ്ടു വീണു. മാത്രമല്ല, നവദ്വാരങ്ങളിൽ മുളക് പൊടി തേച്ചു. പാറപ്പുറത്ത് ഇരുത്തി വെയിലത്ത് ദിവസവും 30 അടിക്ക് ശേഷം ആ മുറിവുകളിലെല്ലാം മുളക് പൊടി വിതറിയിരുന്നു. ഒരിക്കൽ ദാഹിച്ചപ്പോൾ അല്പം വെള്ളം ചോദിച്ചു, മലിനജലം കൊടുത്തു. എന്നാൽ വീണ്ടും ചോദിച്ചപ്പോഴോ ഒന്നും കൊടുത്തില്ല. അദ്ദേഹം കൈമുട്ടുകൾ കൊണ്ട് ആ പാറയിൽ ഇടിച്ചു. ധാരാളം ശുദ്ധജലം പ്രവഹിച്ചു. സ്നേഹമുള്ളവരെ, അനേകം അത്ഭുതങ്ങൾ അദ്ദേഹത്തിലൂടെ സംഭവിക്കുന്നു. ഇത് കണ്ട് ക്രുദ്ധനായ രാജാവ് വധശിക്ഷയ്ക്ക് വിധിച്ചു. കാറ്റാടിമലയിൽ 3 ഭടന്മാർ രഹസ്യമായി സന്ധ്യാസമയത്ത് അദ്ദേഹത്തെ എത്തിച്ചു. 5 വെടിയുണ്ടകൾ അദ്ദേഹം അമ്മേ, മാതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഈശോയുടെ നാമം ഉച്ചരിച്ച് മരണമടഞ്ഞു. ഇന്ന് ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ സഹനങ്ങൾ യേശുവിനു വേണ്ടി ഏറ്റെടുക്കുമ്പോൾ നാം വിശുദ്ധരായി മാറുന്നു. നമുക്ക് ആ കൃപ ലഭിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ശക്തി ആർജിക്കാം. ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. നന്ദി.